2023 ചില മികച്ച പ്രകടനങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഈ വർഷവും പ്രകടനത്തിലേക്ക് വരുമ്പോൾ മമ്മൂട്ടി മികച്ചു തന്നെ നിൽക്കുന്നു. നൻപകൽ നേരത്തു മയക്കം, കണ്ണൂർ സ്ക്വാഡ്, കാതൽ ദ കോർ എന്നീ സിനിമകളിലെ വ്യത്യസ്തവും അതുല്യവുമായ പ്രകടനങ്ങളിലൂടെ മമ്മൂട്ടി മുന്നിട്ടു തന്നെ നിൽക്കുന്നു. പരാജിതനും ആത്മവിശ്വാസം കുറഞ്ഞവനുമായ ഒരു വ്യക്തിയെ സൂക്ഷ്മമായി അവതരിപ്പിച്ച് മോഹൻലാൽ ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് നേർ എന്ന സിനിമയിലൂടെ. ഗരുഡൻ എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിലൂടെ സുരേഷ് ഗോപി വരവറിയിച്ചു. ഇരട്ട എന്ന സിനിമയിലെ ഇരട്ട വേഷങ്ങളിലൂടെ ജോർജ് തൻ്റെ അഭിനയ മികവ് ഒരിക്കൽ കൂടി തെളിയിച്ചു. ജോജുവിൻ്റെ അഭിനയം കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ് പുലിമട. തങ്കത്തിലെയും ഗരുഡനിലെയും മികച്ച പ്രകടനങ്ങളിലൂടെ ബിജു മേനോനും മികച്ചു തന്നെ നിൽക്കുന്നു. ക്യാരക്ടർ വേഷങ്ങൾ ചെയ്ത് നമ്മളെ അതിശയിപ്പിക്കുന്ന രണ്ടുപേരാണ് സിദ്ദീഖും ജഗദീഷും. നേരിലും ഗരുഡനിലും രണ്ട് വ്യത്യസ്തമായ വക്കീൽ വേഷങ്ങൾ സിദ്ദീഖ് അവതരിപ്പിച്ചു. കൊറോണ പേപ്പേഴ്സ്, എന്നാലും എൻ്റെ അളിയ എന്നീ സിനിമകളിലെ സിദ്ദീഖിൻ്റെ പ്രകടനവും വളരെ മികച്ചതാണ്. നേര്, ഗരുഡൻ, ഫാലിമി എന്നീ 3 സിനിമകളിലൂടെ 3 വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ വളരെ തന്മയത്വത്തോടെയാണ് ജഗദീഷ് അവതരിപ്പിച്ചിരിക്കുന്നത്. പൂക്കാലം, മധുരമനോഹര മോഹം, നെയ്മർ എന്നീ സിനിമകളിലെ അഭിനയത്തിലൂടെ വിജയരാഘവനും കസറി. ഇന്ദ്രൻസിൻ്റെ വളരെ മികച്ച വേഷങ്ങളാണ് കഠിന കഠോരം, മീ അണ്ടകടഹം എന്ന സിനിമയിലെയും 2018 അദൃശ്യജാലകങ്ങൾ തുടങ്ങിയവയിലെയും. കൊറോണ പേപ്പേഴ്സിലെയും RDXലെയും ഷെയ്ൻ നിഗത്തിൻ്റെ അഭിനയ മികവ് ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. മനസ്സിൽ തങ്ങി നിൽക്കുന്ന മറ്റു കഥാപാത്രങ്ങൾ പ്രണയവിലാസം, കണ്ണൂർ സ്ക്വാഡ് എന്നിവയിലെ മനോജ് കെയു, RDXലെ വിഷ്ണു അഗസ്ത്യ, തുറമുഖം, രോമാഞ്ചം എന്നിവയിലെ അർജുൻ അശോകൻ തുടങ്ങിയവരാണ്. നടിമാരിൽ അനശ്വര രാജൻ്റെ നേരിലെ ഗംഭീര പ്രകടനം, രേഖയിലെ വിൻസി അലോഷ്യസ്, തുറമുഖത്തിലെ പൂർണിമ ഇന്ദ്രജിത്ത് തുടങ്ങിയവർ. ഇരട്ടയിലെ അഞ്ജലി ഒരു മികച്ച പ്രകടനമാണ് നടത്തിയത്. പിന്നെ വാലാട്ടിയിലെ രോഹിണിയുടെ കഥാപാത്രം. ശേഷം മൈക്കിൾ ഫാത്തിമയിലൂടെയും ആൻ്റണിയിലൂടെയും 2 വ്യത്യസ്ത കഥാപാത്രങ്ങളെ വളരെ മികച്ച രീതിയിൽ കല്യാണി പ്രിയദർശൻ അവതരിപ്പിച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.